കേരള വി സി മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയിൽ എത്തി 20 ദിവസത്തിന് ശേഷമാണ് വി സി സർവകലാശാലയിലേക്ക് എത്തിയത്. സർവകലാശാലയിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. വലിയ തരത്തിലുള്ള വിവാദങ്ങൾ വി സി മോഹനൻ കുന്നുമ്മൽ ഗവർണറുടെ ഇച്ഛയ്ക്കനുസരിച്ച് സർവകലാശാലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ വി സി മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയിലെ തിരിക്കുന്നതിൻ്റെ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, വലിയ പോലീസ് സുരക്ഷയ്ക്കിടെ വി സി മോഹനൻ കുന്നുമ്മൽ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. 20 ദിവസത്തിന് ശേഷം വി സി മോഹനൻ കുന്നുമ്മൽ എത്തുമ്പോൾ അവിടെ പ്രതിഷേധം ഏത് തരത്തിലാണ് ഇപ്പോൾ ഉയരുന്നത്? സിജു, ഏതായാലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇവിടെ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ മാധ്യമങ്ങളോട് ഒരു തരത്തിലും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇന്നിപ്പോൾ വി സിക്കെതിരെ SFI പ്രതിഷേധത്തിലാണെങ്കിൽ പോലും SFIയുടെ ഭാഗത്ത് നിന്നും വി സി വന്നിറങ്ങുമ്പോൾ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല. SFI അറിയിച്ചത് നിലവിൽ വിദ്യാർത്ഥികളുടെ നിരവധി സർട്ടിഫിക്കറ്റുകളാണ് ഇവിടെ വി സിയുടെ ഒപ്പിന് വേണ്ടി കാത്തുകിടക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഏതായാലും ഇപ്പോൾ വൈസ് ചാൻസലർ എത്തി ആ ഫയലുകളൊക്കെ ഒപ്പിടേണ്ടതുണ്ട്. തങ്ങൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക്, അദ്ദേഹത്തെ തടയുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ വി സിക്കെതിരായ പ്രതിഷേധം അത് തുടരാൻ തന്നെയാണ് തീരുമാനം എന്നുള്ള കാര്യമാണ് SFI പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ വി സി മോഹനൻ കുന്നുമ്മലിനോട് മാധ്യമങ്ങൾ പ്രതികരണം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാഞ്ഞിരുന്നു. അവിടെ പ്രതികരണത്തിന് തയ്യാറായില്ല. അതിനുശേഷമാണ് ഇവിടെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് അല്പസമയം മുമ്പ് എത്തിയത്. ഇവിടെ എത്തിയപ്പോഴും മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകാതെയാണ് ഇപ്പോൾ അദ്ദേഹം അകത്തേക്ക് പോയിട്ടുള്ളത്. ഇനി എന്ത് നടപടിയാണ് വി സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമാകുന്നത്. കാരണം രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അതായത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സിക്ക് കത്ത് നൽകിയിരുന്നു. 2 തവണയായി കത്ത് നൽകിയിട്ടുണ്ട്. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്നുള്ളത്. പക്ഷേ ആ ആവശ്യം പരിഗണിക്കാതെ അക്കാദമിക് കൗൺസിൽ വിളിക്കാനുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം വി സി കൈക്കൊണ്ടിരുന്നത്. അതിന് രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പനെ ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു നോട്ടീസ് നൽകുകയും ചെയ്തത്. ഇതിനെതിരെ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് സിൻഡിക്കേറ്റ് അടക്കം ഉള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നടപടിയായിരിക്കും, തുടർ നടപടിയായിരിക്കും വി സിയുടെ ഭാഗത്തു നിന്നും ഇന്നിപ്പോൾ സർവകലാശാലയിൽ നേരിട്ട് എത്തിയ സ്ഥിതിക്ക് 20 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം സർവകലാശാലയിൽ നേരിട്ട് എത്തുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. വലിയ തോതിൽ ഫയലുകൾ കുന്നുകൂടുന്ന ഒരു സാഹചര്യത്തിൽ, വലിയ വിമർശനം നേരിടേണ്ടി വന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് വി സി ഇന്നിപ്പോൾ കേരള സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇനി അദ്ദേഹം സ്വീകരിക്കുന്ന നടപടികൾ എന്തായിരിക്കും? പ്രത്യേകിച്ചും രജിസ്ട്രാർക്കെതിരെ പ്രതികാര നടപടികൾ മാത്രമാണ് കഴിഞ്ഞ 2 ആഴ്ച അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിനിപ്പോൾ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും, നീക്കങ്ങളായിരിക്കും നടത്തുക എന്നതും ഏറെ പ്രസക്തം തന്നെയാണ്. സിജു.